ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് LDC LP UP സിലബസിൽ പറഞ്ഞിട്ടുള്ള LGSനും അതുപോലെ LSGDക്കും ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഗുരുത്വാകർഷണം എന്ന ടോപ്പിക്കാണ്. SCERT ടെക്സ്റ്റിലെ പാഠഭാഗവും കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നോക്കാം ഗുരുത്വാകർഷണ ബലം എന്താണ്. ഭൂമിയുടെ ആകൃതി എങ്ങനെയാണ്? ഗോളാകൃതിയാണ് അല്ലേ. ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലത്തെയാണ് നമ്മൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമിയിലെ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നതിൻ്റെ കാരണവും ഭൂമിയുടെ ഗുരുത്വാകർഷണമാണ് എന്നോർത്തിരിക്കുക. ഭൂമിയിലെ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടാൻ കാരണം ഗുരുത്വാകർഷണമാണ്. ഭൂഗുരുത്വ ബലം ഒരു സദിശ അളവാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ് അല്ലെങ്കിൽ പിണ്ഡം, ഇനി അല്ലെങ്കിൽ ഭാരം എന്നൊക്കെ പറയുന്നത്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വസ്തുവിൻ്റെ മാസും വസ്തുക്കൾ തമ്മിലുള്ള അകലവുമാണ്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് വസ്തുവിൻ്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം എന്നിവ. ഭൂമിയിലുള്ള വസ്തുക്കളുടെ നില നിവർന്നതോ തലകീഴായതോ എന്ന് തീരുമാനിക്കുന്നത് ഭൂഗുരുത്വ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശസ്ത വ്യക്തിയാണ് ആര്? സർ ഐസക് ന്യൂട്ടൺ. എന്തൊക്കെയാണ് കണ്ടുപിടുത്തങ്ങൾ? ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേരാൻ സർ ഐസക് ന്യൂട്ടൺ അവലംബിച്ചത് ആരുടെയൊക്കെ നിരീക്ഷണ ഫലങ്ങളെയാണ് എന്ന് ചോദിച്ചാൽ ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ എന്നിവയുടെയൊക്കെയാണ്. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും സർ ഐസക് ന്യൂട്ടൺ തന്നെയാണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തതും സർ ഐസക് ന്യൂട്ടൺ. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനശക്തിയുള്ള ശാസ്ത്രകാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനാണ്. ജൊഹനാസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കി വ്യുൽക്രമവർഗ നിയമം ആവിഷ്കരിച്ച വ്യക്തിയും ഐസക് ന്യൂട്ടനാണ്. അങ്ങനെയെങ്കിൽ കെപ്ലറുടെ നിയമങ്ങൾ എന്തൊക്കെയാണ്? സൂര്യൻ കേന്ദ്രമാക്കി. കെപ്ലറുടെ 1-ാം നിയമം, 2-ാം നിയമം, 3-ാം നിയമം എന്നിങ്ങനെയുണ്ട്. അതിൽ 1-ാം നിയമത്തിൽ പറയുന്നത് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. സൂര്യൻ കേന്ദ്രമാക്കിയിട്ട് ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. അതാണ് 1-ാം നിയമം. ഇനി കെപ്ലറുടെ 2-ാം നിയമം ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ഒരു ആരം സങ്കല്പിച്ചാൽ അത് തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു എന്നുള്ളതാണ്. എന്താണ് 2-ാം നിയമം? ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ഒരു ആരം സങ്കല്പിച്ചാൽ അത് തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവിൽ കടന്നു പോകുന്നു. 3-ാം നിയമം ഗ്രഹങ്ങളുടെ പരിക്രമണ അതായത് T സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരം നിങ്ങളുടെ ക്യൂബിന് ആനുപാതികമായിരിക്കും എന്നുള്ളതാണ്. r³/t² എന്നതാണ്. അതൊരു സ്ഥിര സംഖ്യയാണെന്നും പറയുന്നു. ഇനി ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായിട്ട് ഉയരുന്ന പ്രതിഭാസത്തിന് വേലിയേറ്റം എന്ന് പറയുന്നുണ്ട്. ഭൂമിയിൽ ചന്ദ്രൻ പ്രയോഗിക്കുന്ന ആകർഷണ ബലം നിമിത്തം സമുദ്രത്തിലെ ജലം ചന്ദ്രന് അഭിമുഖമായിട്ട് ഉയരുന്ന പ്രതിഭാസം വേലിയേറ്റം. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണമുണ്ടാകുന്നു. ഈ ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് അറിയപ്പെടുന്നത്. അതായത് G എന്നത് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ Gm/r² എന്നാണ് കണക്കാക്കുന്നത്. ഭൂഗുരുത്വ ത്വരണം കണക്കാക്കാനുള്ള ഇക്വേഷനാണത്. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെയായിരിക്കും. ഒരു വസ്തുവിന് മേലെ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഭൂമിയുടെ ഉപരിതലത്തിലാണ്. ഒരു വസ്തുവിന് മേലെ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലാവുമ്പോഴാണ്. ഇനി ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുകയാണ് ചെയ്യുക എന്നോർക്കുക.
ഓർത്തിരിക്കുക. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിന് മേലെ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലം 0. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. അതുപോലെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിന് അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലം 0 ഓർത്തിരിക്കുക. ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ബലം ഗുരുത്വാകർഷണ ബലമാണ്. ഇനി സാർവിക ഗുരുത്വാകർഷണ നിയമമുണ്ട്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും എന്നതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. ഇതിൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എഫ് ആൾട്ട m1 m2/d2 എന്നതാണ്. ഇതിൽ ജി എന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ജിയുടെ മൂല്യം 6.67 × 10⁻−11 Nm²/kg² ആണ്. ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത് ഹെൻറി കാവൻഡിഷാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. ജിയുടെ മൂല്യം ആദ്യമായിട്ട് പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത് ഹെൻറി കാവൻഡിഷാണ്. അതുപോലെ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സാർവിക ഗുരുത്വാകർഷണ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയോ ജിയുടെ മൂല്യം എത്രയെന്ന് ചോദിച്ചാൽ 6.67 × 10⁻−11 Nm²/kg² എന്നാണ്. ഇനി വസ്തുവിൻ്റെ പിണ്ഡം കൂടുന്നത് അനുസരിച്ച് അവ പ്രയോഗിക്കുന്ന ആകർഷണ ബലം കൂടുന്നു. രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 2 മടങ്ങാകുന്നു. രണ്ട് വസ്തുക്കളുടെയും പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. ഈ ഫിസിക്സൊക്കെ ഒരുപാട് തവണ വായിച്ചാലാണ് നമ്മുടെ മൈൻഡിലേക്ക് അത് സെറ്റ് ആവുകയുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് PDF ആയിട്ട് നമുക്ക് ലഭിക്കും. അത് നോക്കി വായിക്കുക, പല ആവർത്തി വായിക്കുക. അതുപോലെ ഫിസിക്സിൽ കുറച്ച് മാത്സ് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ SCERTയുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് അതിലെ മാത്സൊക്കെ ഒന്ന് എഴുതിയെടുക്കണം. ഞാൻ ഈ ഇങ്ങനെ ചോദ്യോത്തരം പറഞ്ഞു പോകുമ്പോൾ ആ മാത്സ് ഒന്നും അധികം പറയുന്നില്ല. പക്ഷേ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെ മാത്സ് ഉണ്ടോ അത് നോട്ട് ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഇനി ഗ്രഹം, ഓരോ ഗ്രഹത്തിലെയും ഗുരുത്വാകർഷണ ത്വരണം m/s² ഏകദേശമാണ്. ഭൂമിയുടേത് 9.8, ബുധൻ 3.7, ശുക്രൻ 8.9, ചൊവ്വ 3.7, വ്യാഴം 23.1, ശനി 9, യുറാനസ് 8.7, നെപ്റ്റ്യൂൺ 11. അപ്പോൾ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ ഇതിലേക്കാണ് നെപ്റ്റ്യൂണിനാണ് വരുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും. അഭികേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ഒരു ബലമാണ് അഭികേന്ദ്ര ബലം. വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലം അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണം ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ചലനമാണ്. അഭികേന്ദ്ര ബലത്തിന് തുല്യവും നേർവിപരീത ദിശയിൽ അനുഭവപ്പെടുന്നതുമായ ബലമാണ് അപകേന്ദ്ര ബലം. അല്ലേ? അഭികേന്ദ്ര ബലത്തിന് തുല്യവുമായിരിക്കും, അതുപോലെ തന്നെ നേർവിപരീത ദിശയിലും അനുഭവപ്പെടുന്നതുമായ ബലം അപകേന്ദ്ര ബലം. അപകേന്ദ്ര ബലം വസ്തുക്കളെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ദൂരേക്ക് വലിക്കുന്നു. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ് കേട്ടോ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് ആരാണ്? സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണം. ഇനി സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അഭികേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ? സെൻട്രിപിറ്റൽ ഫോഴ്സ്, വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലമാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലത്തിന് ഉദാഹരണമാണ് ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ ചലനം എന്നത്. അപകേന്ദ്ര ബലം എന്ന് പറഞ്ഞാൽ അഭികേന്ദ്ര ബലത്തിന് നേർവിപരീതമാണ്, തുല്യവുമാണ് എന്നത് ഓർത്തിരിക്കുക. അപകേന്ദ്ര ബലം വസ്തുക്കളെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് ദൂരേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണവും ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണവുമാണ്. ഇനി അടുത്തത് പാലായന പ്രമേയമാണ്. ആകാശഗോളത്തിൻ്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം പാലായന പ്രവേഗം ഓർത്തിരിക്കുക. ആകാശഗോളത്തിൻ്റെ ഗുരുത്വാകർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ്.
ചന്ദ്രനിൽ നിന്നുള്ള പലായന പ്രവേഗം 2.38 km/s ആണ്. ഏറ്റവും കൂടിയ പലായന പ്രവേഗം എന്നത് സൂര്യനാണ്, 618 km/s. ഏറ്റവും കൂടുതൽ പലായന പ്രവേഗമുള്ള ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ വ്യാഴമാണ്. ഇനി ഉപഗ്രഹങ്ങളുടെ പലായന പ്രവേഗം എങ്ങനെയാണ്? കാലിസ്റ്റോ 2.4 km/s ആണ്. ഗാനിമീഡ് 2.7 km/s. ടൈറ്റൻ 2.6 km/s. ട്രിറ്റോൺ 1.5 km/s ആണ്. അപ്പോൾ ഉപഗ്രഹങ്ങളിൽ പലായന പ്രവേഗം ഏറ്റവും കൂടുതൽ ഏതിനാണ്? ഗാനിമീഡിനാണ് അല്ലേ. ഇനി പിണ്ഡവും ഭാരവും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവ് പിണ്ഡം അല്ലെങ്കിൽ മാസ് എന്നറിയപ്പെടും. മാസിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. ഭാരത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് Newton/kg വേസ്റ്റ് ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അത് പറഞ്ഞല്ലോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ്. ഭാരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ് എന്ന് പറയുന്നത്. ഇനി ജിയുടെ മൂല്യം നമ്മുടെ SCERT ഉണ്ട്. 1 കിലോഗ്രാം മാസമുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം, അതായത് 1 kg വെയിറ്റ് എന്നത്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുമ്പോൾ 9.8 ന്യൂട്ടൺ ആണ് എന്ന് ഓർത്തിരിക്കുക. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹുക്ക് നിയമമാണ് കേട്ടോ. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹുക്സ് നിയമമാണ്. ഭൂമിയുടെ ഏത് ഭാഗത്ത് വയ്ക്കുമ്പോഴാണോ ഒരു വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവങ്ങളിലാണ്. ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചാൽ വസ്തുവിൻ്റെ ഭാരം 0 ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായിട്ട് താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതറിയപ്പെടുന്നതാണ് നിർബാധ പതനം അഥവാ ഫ്രീ ഫാൾ എന്നത്. ഇനി ജിയുടെ മൂല്യം ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ എങ്ങനെയായിരിക്കും? ജിയുടെ മൂല്യം എന്ന് പറയുന്നത് 9.8 m/s² ആണെന്ന് നമ്മൾ പറഞ്ഞു. ധ്രുവത്തിലാവുമ്പോൾ അത് 9.83 m/s² ആയിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ 9.78 m/s². ഭൂപ്രതലത്തിലാണെങ്കിലോ 9.8 m/s തന്നെയാണ്, അതായത് ജിയുടെ മൂല്യം തന്നെയാണ്. ചന്ദ്രനിൽ ജിയുടെ മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ 1.62 m/s² ആണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ 1/6. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തിരിച്ചും മറിച്ചുമൊക്കെ അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിലെ ഗുരുത്വാകർഷണം എന്ന് തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേരും. അതിലെ ചോദ്യങ്ങളാണ്. എന്താണ് ഭൂമിയുടെ അതിൽ പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. എന്താണ് ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ഗോളാകൃതിയാണ്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലത്തെയാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നതിൻ്റെ കാരണം ഗുരുത്വാകർഷണമാണ്. ഭൂഗുരുത്വ ബലം ഒരു സദിശ അളവാണ്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ പറഞ്ഞ 2 ഘടകങ്ങൾ. ഏതൊക്കെ? വസ്തുവിൻ്റെ മാസ്, വസ്തുക്കൾ തമ്മിലുള്ള അകലം. ഭൂമിയിലുള്ള വസ്തുക്കളുടെ നില നിവർന്നതോ തലകീഴായതോ എന്ന് തീരുമാനിക്കുന്നത് ഭൂഗുരുത്വ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. അവ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനബലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിലെ വിപരീത അനുപാതത്തിലുമായിരിക്കും. ജി എന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ജിയുടെ മൂല്യം 6.67 × 10⁻11 nm²/kg² ആണ്. അപ്പോൾ ജിയുടെ മൂല്യം ആദ്യമായി പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഹെൻറി കാവൻഡിഷ്. ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. ഗുരുത്വാകർഷണ നിയമത്തിൽ എത്തിച്ചേരാൻ ഐസക് ന്യൂട്ടൺ അവലംബിച്ചത് ആരുടെയൊക്കെ നിരീക്ഷണങ്ങളെയാണ്? ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ അല്ലേ നമ്മൾ പറഞ്ഞു. ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥം രചിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ. കാൽക്കുലസ് ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പെടുത്തിയത് ഐസക് ന്യൂട്ടൺ. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ശാസ്ത്രകാരനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഐസക് ന്യൂട്ടൺ. ജൊഹാനസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമം അടിസ്ഥാനമാക്കി വിൽക്രമവർഗ നിയമം ആവിഷ്കരിച്ചതും ഐസക് ന്യൂട്ടൺ. ഇനി കെപ്ലറുടെ നിയമം 1ാം നിയമം, 2ാം നിയമം, 3ാം നിയമം നമ്മളിപ്പോൾ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ SCERT ടെക്സ്റ്റിലുള്ളത്. അതുകൊണ്ട് ഇനി റിപ്പീറ്റ് ആയിട്ട് SCERT ടെക്സ്റ്റും അല്ലെങ്കിൽ മറ്റൊരു ഗൈഡും കൂടി നമ്മൾ റിവിഷൻ നടത്തേണ്ടതുണ്ടോ എന്ന് കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് അഭിപ്രായം കമൻറ്റ് താഴെ എഴുതുക. കാരണം ഒരു ഗൈഡിനെ ഫോളോ ചെയ്യുകയും അതുപോലെ തന്നെയുള്ള SCERTയെ ഫോളോ ചെയ്യുകയും വേണോ, ഏതാണ് വേണ്ടത് എന്ന് അഭിപ്രായം നമുക്ക്, അതോ രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോയിട്ട് റിവിഷൻ എന്ന രീതിയിൽ റിപ്പീറ്റ് കേൾക്കണോ
എന്നതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് കെപ്ലറുടെ നിയമം നോക്കാം. സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. അതാണ് ഒന്നാം നിയമം. അപ്പോൾ കെപ്ലറുടെ ഒന്നാം നിയമം പഠിച്ചിരിക്കുക. സൂര്യൻ കേന്ദ്രമാക്കിയിട്ട് ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇനി കെപ്ലറുടെ രണ്ടാം നിയമം. ഗ്രഹങ്ങളിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. മൂന്നാം നിയമം. ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളിലെ ക്യൂബിന് ആനുപാതികമായിരിക്കുമെന്നാണ്. r³/t² എന്ന സ്ഥിരസംഖ്യയാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ചില ബലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്രപഞ്ചത്തിലെ പലവിധ ബലങ്ങളുണ്ട്. സ്വകാര്യാർത്ഥം അവയെ രണ്ടായി തിരിച്ചു: സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും. ഈ സമ്പർക്ക ബലം, കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുമ്പോൾ വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം എന്നിവയാണ്. അപ്പോൾ സമ്പർക്ക ബലം ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. ഇനി സമ്പർക്കരഹിത ബലം ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ബലം, വൈദ്യുതകാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം എന്നിവയാണ്. അപ്പോൾ സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലവും ഏതൊക്കെയെന്ന് പഠിച്ചു വയ്ക്കുക. സമ്പർക്ക ബലങ്ങൾ വിസ്കസ് ബലം, പ്രതല ബലം, വലിവ് ബലം, ഘർഷണ ബലം. സമ്പർക്കരഹിത ബലങ്ങൾ, അതായത് നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം എന്നിവയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കൂടിയ ബലം ഏത് എന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ ബലമാണ്. നമ്മൾ ബലം എന്ന യൂണിറ്റ് പഠിച്ചപ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണെന്ന് ചോദിച്ചാൽ ഗുരുത്വാകർഷണ ബലമാണ്. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഈ ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം എന്ന്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് അറിയപ്പെടുന്നത്. അതായത് G=gm/r² എന്നത്. ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരേപോലെയായിരിക്കും. ഒരു വസ്തുവിന് മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് എവിടെ സ്ഥിതി ചെയ്യുമ്പോഴാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കൂടുകയാണ് ചെയ്യുക. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയുകയുമാണ് ചെയ്യുക. ഇവിടെ രണ്ടും കുറയുക എന്നുള്ളതാണ് കേട്ടോ. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. ഇനി ജിയുടെ മൂല്യം 9.8 m/s² ആണ്. ധ്രുവം 9.83 m/s², ഭൂമധ്യരേഖാ പ്രദേശം 9.78 m/s², ഭൂപ്രതലം 9.8 m/s². ചന്ദ്രനിൽ ജിയുടെ മൂല്യം 1.62 m/s². ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ 1/6 അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചിരുന്നാൽ അതിനു മേലെ അനുഭവപ്പെടുന്ന ഭൂഗുരുത്വാകർഷണ ബലം 0 ഗ്രഹങ്ങൾ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്ക് ചുറ്റും പരിക്രമണം ചെയ്യുമ്പോഴും അവയെ പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം. സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണമാണ്. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം നൽകുന്നത് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഗുരുത്വാകർഷണവുമാണ്. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. ഭാരത്തിൻ്റെ SI യൂണിറ്റ് Newton/kg വെയിറ്റ് ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ്. ഭാരം അളക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ത്രാസ് അല്ലെങ്കിൽ ഉപകരണം സ്പ്രിംഗ് ത്രാസ് ആണ്. സാധാരണ ത്രാസുണ്ട്, സ്പ്രിംഗ് ത്രാസുണ്ട്. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. അതായത് 1 kg വെയിറ്റ് നമ്മൾ പറഞ്ഞു 9.8 ന്യൂട്ടൺ. ഇനി അതേപോലെ തന്നെ ബോക്സ്. ഓരോ ഗ്രഹത്തിലെയും ഗുരുത്വാകർഷണ ത്വരണം ഭൂമിയിൽ 9.8, ബുധനിൽ 3.7, ശുക്രൻ 8.9, ചൊവ്വ 3.7, വ്യാഴം 23.1, ശനി 9, യുറാനസ് 8.7, നെപ്റ്റ്യൂൺ 11. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണമുള്ളത് ആർക്കാണ്? വ്യാഴത്തിനാണ്, 23.1. ഭൂമിയുടെ ഏത് ഭാഗത്ത് വയ്ക്കുമ്പോഴാണ് ഒരു വസ്തുവിന് ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ധ്രുവങ്ങളിലാണ്. അതെത്രയാണ്? ധ്രുവങ്ങളിൽ 9.83 m/s² ആണെന്ന് നമ്മൾ കണ്ടു. ഭൂമിയുടെ കേന്ദ്രത്തിൽ വെച്ചാൽ വസ്തുവിൻ്റെ ഭാഗം 0 ആയിരിക്കും, ഭാരം 0. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതറിയപ്പെടുന്നതാണ് നിർപ്പാത പതനം, ഫ്രീ ഫാൾ എന്നതാണ്.
ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുമ്പോൾ റീഡിംഗ് കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം ബാലൻസ് നമ്മളിൽ പ്രയോഗിക്കുന്ന പ്രതലബലമാണ്. ജെയിൻറ്റ് വീല് താഴേക്ക് വരുമ്പോൾ ഭാരക്കുറവ് അനുഭവപ്പെടാൻ കാരണം ജെയിൻറ്റ് വീല് നിർബാധം പതിക്കുന്നതിനാൽ നമ്മളിൽ പ്രതിബലം പ്രയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ SCERT ടെക്സ്റ്റിൽ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ SCERTയും ഒരു ഗൈഡും നമ്മൾ ഇതേ ഒറ്റ വീഡിയോയിൽ തന്നെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഗുരുത്വാകർഷണം എന്ന സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്ക് കഴിഞ്ഞു. അതിൽ പറഞ്ഞിരിക്കുന്ന ഗുരുത്വാകർഷണ ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത് ഗുരുത്വാകർഷണം, അഭികേന്ദ്രബലം, അപകേന്ദ്രബലം, ഉപഗ്രഹങ്ങൾ, പാലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം, ഇത്രയും കാര്യങ്ങളാണ് അവർ സിലബസിൽ തന്നിട്ടുള്ളത്. അതെല്ലാം നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ നമുക്ക് നോക്കാനുള്ളത് താപമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് കമൻറ്റ്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾ എന്ന ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ.